ജോസേ, നീ പറഞ്ഞത് ആ സമയത്ത് അവിടെ ചാനലുകാരുണ്ടായിരുന്നു എന്നല്ലേ? അതെ ഹീരാമേ. സ്വാമി, വേഗം ടി വി ഓൺ ചെയ്യ്. ചിന്നുവിന്റെ ടാലന്റ് കണ്ടിട്ട് ആ കുട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ. പക്ഷേ ചിന്നു ഇവിടെ ഓടാൻ ഇറങ്ങുന്നില്ലെങ്കിലോ? നോക്കൂ, ചിന്നു എവിടെയാണുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തില. ഓ, ഇതിലിപ്പോ പുതിയതായിട്ട് എന്താ ഉള്ളത്? നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നില്ല സർ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസുകാർക്കാണെന്ന്? ഞാൻ ആരെയും പഴിക്കുന്നില്ല. ചിന്നുവിന് ഇനി ഓടാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ ചിന്നു തിരിച്ചു വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അവൾ ഓടിയാലും ഇല്ലെങ്കിൽ. ഇവർക്കൊക്കെ ചിന്നുവിനോട് എന്താ സ്നേഹം! ഇപ്പൊ അനുവിനെ കാണിക്കും. ഹീരാമ നോക്കൂ, ചിന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാ. ആരൊക്കെയാ ചിന്നുവിനെ അന്വേഷിച്ച് വരുന്നത്? ഞാൻ ലക്ഷ്മിയാ അവിടെ പ്രതീക്ഷിച്ചത്. മകളെ അന്വേഷിച്ച് അമ്മ തന്നെയല്ലേ വരേണ്ടിയിരുന്നത്? പിന്നെന്താ അവള് വരാതിരുന്നേ? ആ, ചെലപ്പോ ചിന്നുവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവക്ക് ഭ്രാന്ത് പിടിച്ചു കാണും, അല്ലടാ? ബിജു, ബിജു, എന്താ ഹീരാമേ? നീ പോയി എന്റെ ചിന്നുമോളെ ഇങ്ങോട്ട് കൊണ്ടുവാ. അവളെ ഓർത്ത് ഓരോരുത്തർ സങ്കടപ്പെടുന്നത് അവളൊന്ന് കാണട്ടെ. അപ്പോ ചിന്നുമോൾക്കും സന്തോഷമാവുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ലക്ഷ്മിയുടെ പേര് പറഞ്ഞാണ് ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയത്. ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയ ആളെ നിങ്ങൾ നേരത്തെ അറിയോ? നിങ്ങളുടെ ഏട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാണോ? എന്റെ ഏട്ടത്തി ഇതൊന്നും അറിഞ്ഞതല്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരൊക്കെയോ ഏട്ടത്തിയുടെ പേരുപയോഗിച്ച് ചിന്നുവിനെ തട്ടിക്കൊണ്ടു പോവുമായിരുന്നു. എന്റെ ഏട്ടത്തി തെറ്റുകാരിയല്ല. അതേടി, നിന്റെ ഏട്ടത്തി തെറ്റുകാരിയല്ല. അത് ഈ ലോകത്ത് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. കൊണ്ടുപോയത് അതൊക്കെ പറഞ്ഞുതരാം. തൽക്കാലം നീ എന്നോട് വാ. ഹീരാമ നിന്നെ തിരക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഇങ്ങോട്ട് പാടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിന്നുവിനെ തിരിച്ചു വേണം. അവളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ഏട്ടത്തെ ഒരിക്കലും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നോക്ക് ചിന്നുമോളെ, എന്നെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുന്നത് ആരാണെന്ന് കണ്ടോ? നിന്റെ അനുചേച്ചി. മോളെ, നിന്റെ ലക്ഷ്മിയമ്മ നിന്നെ കാത്തിരിക്കുക. നീ എവിടെയാണെങ്കിലും വേഗം വീട്ടിലേക്ക് തിരിച്ചു വാ മോളെ. ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുക, ഞങ്ങളുടെ ചിന്നുവിനെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ ഞങ്ങൾ അറിയിക്കണേ. മോളെ ചിന്നു, നീ വേഗം തിരിച്ചു വരണേ. കരയില്ല അനുചേച്ചി. അനുചേച്ചി എന്തിനാ കരയുന്നത്? ഞാൻ തിരിച്ചു വരും. എന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരും. നിന്റെ വീട്ടുകാരൊക്കെ ഇപ്പോഴും നിന്നെ ചിന്നു എന്നാണല്ലോടി വിളിക്കുന്നത്. നീയാണ് പൊന്നുവെന്ന് അവരാരും അറിഞ്ഞില്ലേ? നിന്റെ അമ്മയോട് പോലും നീ അത് പറഞ്ഞില്ലേ? നീ എന്താ അത് പറയാതിരുന്നേന്ന് എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് പോലും നിന്നെ വിശ്വാസമില്ല. എന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനാ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നത്? ഇല്ല, നിന്റെ അമ്മ നിന്നെ വിശ്വസിക്കുന്നില്ല. ഉണ്ട്, എന്റെ അമ്മ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇല്ല ചിന്നു, നിന്നെ ഇപ്പോ ആരും വിശ്വസിക്കുന്നില്ല. നീ ഇപ്പോ കള്ളിയാ, കള്ളി. മിസ്റ്റർ വിനയേന്ദ്രൻ പറയുന്നത് ചിന്നു കള്ളിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നാ. ഇക്കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരുടെ അഭിപ്രായം എന്താ? എനിക്ക് ചിന്നുവിന് വിശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, എന്റെ ലക്ഷ്മിയെടുത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ചിന്നുവിന് വിശ്വാസമാണ്.
ചിന്നു ആഗ്രഹിക്കുന്നത് എന്റെ ലക്ഷ്മി ഏട്ടത്തിയുടെ വിശ്വാസമാ. എന്റെ ഏട്ടത്തിക്ക് അവളെ വിശ്വാസമാ. ചിന്നു ഒരിക്കലും കള്ളിയാവില്ലെന്ന് എന്റെ ഏട്ടത്തിക്ക് അറിയാം. കേട്ടോ ഹീരാമേ, എന്റെ ലക്ഷ്മിക്ക് എന്നെ വിശ്വാസാന്ന്, എന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസാന്ന്. ഇല്ല, നിന്റെ അമ്മയ്ക്ക് നിന്നിലുള്ള വിശ്വാസം ഞാൻ തകർക്കും. ഇല്ല ഹീരാമേ, എന്റെ അമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം തകർക്കാൻ ഹീരാമയ്ക്ക് ഒരിക്കലും കഴിയില്ല. ലക്ഷ്മി എടുത്തിട്ട് ചിന്നു ഒരിക്കലും കള്ളിയാവില്ല, ഒരിക്കലും. കണ്ടു ഹീരാമേ, എല്ലാവർക്കും എന്നെ വിശ്വാസം, എന്റെ അമ്മയ്ക്കും എന്നെ വിശ്വാസം. ഞാൻ കള്ളിയല്ലാന്ന് എന്റെ അമ്മയ്ക്ക് അറിയാം. നീ എന്റെ ഈ കണ്ണു കണ്ടോ? ഇതെനിക്ക് നഷ്ടപ്പെടുത്തിയത് നീയാ. എന്റെ ബിസിനസ് തകർത്തതും നീ ഒറ്റ ഒരുത്തിയാ. അതിനൊക്കെ നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. നിന്റെ അമ്മയ്ക്കും നിന്റെ വീട്ടുകാർക്കും നിന്റെ മേലുള്ള വിശ്വാസം ഞാൻ തകർത്തിരിക്കും. നിന്നെ ഞാൻ വെറുതെ വിടുമെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ഓടി പേരെടുത്തല്ലേ? സ്വാമി, എന്താണ് അവിടെ പേര്? റണ്ണർ. ഓ, റണ്ണർ. നീ റണ്ണർ ആവുമല്ലേ? ആവും. ഞാൻ വലിയ റണ്ണർ ആവും. തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ. എന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പൊ വിശ്വാസമുണ്ട്. എനിക്കത് മാത്രം മതി. എനിക്കൊരു വിഷമമില്ല. നിനക്കൊരു വിഷമമല്ലേ? നിന്റെ അമ്മ നിന്നെ വിശ്വസിച്ചാൽ മറ്റൊന്നും നിനക്ക് പ്രശ്നമല്ലേ? ഇല്ല, എന്റെ അമ്മ എന്നെ വിശ്വസിക്കുന്നിടത്തോളം മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നിന്നോട് വരാനല്ലേ പറഞ്ഞത്? എന്താ നിനക്ക് പേടിയുണ്ടോ? കൊണ്ട് പോടാ ഇവിടെ. വിടാനാ പറഞ്ഞത്. വിടാൻ. അവൾക്കൊരു വിഷമമില്ലെന്ന്. അങ്ങനെ അവൾക്ക് വിഷമമില്ലാതിരുന്നാൽ ഞാനെങ്ങനെയാ എന്റെ പ്രതികാരം തീർക്കുന്നത്? എനിക്ക് അവളോട് പകരം വീട്ടിയേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ലക്ഷ്മിക്കും അവളുടെ വീട്ടുകാർക്കും ചിന്നുവിനുള്ള വിശ്വാസം തകർക്കണം. എങ്കിലേ ചിന്നുവിനെ തകർക്കാൻ എനിക്ക് കഴിയൂ.